ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോൾമേറ്റ് കണക്ഷനാണോ കാർമിക് കണക്ഷനാണോ അതോ ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ അതിനായിട്ട് 3 കാർഡ്സ് വയ്ക്കുന്നുണ്ട്. ദിസ് ഇസ് കാർഡ് നമ്പർ 1, the Hermit, and this is card number 2, the World card, and this is card number 3. ഇതിലേത് കാർഡാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് 3 കാർഡ്സ്, ഹെർമിറ്റ്, the World and the Star. ഓക്കെ, യെസ്, വിസിബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. സോ ഗ്രൂപ്പ് നമ്പർ 1, 2 and 3 നിങ്ങൾക്കിതിൽ ഏത് കാർഡാണ് വേണ്ടത് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് ടൈപ്പാണ്, സോൾമേറ്റ്, കാർമിക് ഓർ ട്വിൻ ഫ്ലെയിം ആണോ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്കുള്ള കാർഡ്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആൻഡ് വി ഗോട്ട് ഫ്യൂ കാർഡ്സ്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് സൺ. ഇത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആണ്, ഡെഫിനറ്റ്ലി സോൾമേറ്റ് കണക്ഷനാണ്. പക്ഷേ കാർമിക് സോൾമേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇനിയുള്ള കാർഡ്സിൽ നോക്കാം. ഇതൊരു എന്തായാലും നിങ്ങൾക്കൊരു മുൻജന്മ ബന്ധമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വി ഗോട്ട് മൂൺ. സോ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സഫർ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ് എങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവായിരിക്കും. നിങ്ങൾക്കൊരു ഡിസ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. വളരെയധികം മൂഡ് സ്വിങ്സ് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇമോഷണൽ വേരിയേഷൻസിൽ കൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ഇത്രയും അധികം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു ബന്ധം തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇതിന് പല രീതിയിലുള്ള ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേജസ് ഉണ്ടാവാം. സോ ഇപ്പോഴും നമുക്ക് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് ഏത് റിലേഷൻഷിപ്പാണ്. സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് മനസ്സിലായി, പക്ഷേ അതിൽ കുറേ കാർമിസിറ്റികളുണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്കിവിടെ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സമയവും നിങ്ങൾക്കൊരു യൂണിയൻ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തന്നെ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് വേൾഡ് കാർഡ് ഡെഫിനറ്റ്ലി ഇത് വീണ്ടും സൂചിപ്പിക്കുന്നത് കാർമിക് സിറ്റുവേഷൻസിനെ തന്നെ ആണ്. ആൻഡ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കാർമിസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ. ആൻഡ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയോളജി, നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളുടെ ഒരു പവറുണ്ട്, അത് നിങ്ങൾക്ക് ഡ്രെയിൻഡായി പോയിട്ടുണ്ട്. യു ഫെൽറ്റ് പവർലെസ്, വർത്ത്ലെസ് ആയിട്ട് അല്ലെങ്കിൽ പവർലെസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഇത് നിങ്ങൾ കാർമിക് സിറ്റുവേഷൻ ആണ് എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ആൻഡ് ഓക്കെ, 9 ഓഫ് വോയ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ടയേർഡായി, യു ട്രൈഡ് എ ലോട്ട് ആൻഡ് നിങ്ങൾ വളരെയധികം ടയേർഡാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഇത് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനാണ്. സോ പുതിയ രീതിയിലുള്ള തോട്ട് പ്രോസസ്സിലേക്ക് നിങ്ങൾ ഫൈനലി എത്തപ്പെടുകയാണ്. അതായത് ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, യു ഹാവ് ടു മേക്ക് എ ചോയ്സ് എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ആൻഡ് ദിസ് ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ഓൾ ടുഗെദർ ദിസ് ഈസ് എ കാർമിക് സോൾമേറ്റ് കണക്ഷൻ എന്ന് നമുക്ക് ഇപ്പോൾ തറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാര്യം അത്ര ഏറെ കാർമിസിറ്റി ഉണ്ട്. ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണിത്. 8 ഓഫ് മെറ്റീരിയൽസ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് നൽകിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ഹെർമിറ്റാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി നിങ്ങളെ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്.
കാരണം ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു എൻലൈറ്റ്മെൻറ്റ് വരെ ഉണ്ടാകാൻ പാകത്തിനുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാട് കർമ്മ ഈ വ്യക്തിയുമായിട്ട് ഉണ്ട്, ഒരു ബാഗേജ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 4th ഹൗസ്. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് ഇഷ്യൂസാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ അവരിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ട്രോമാസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ഇവിടെ പ്രാക്ടിക്കലി റിവീലായിട്ട് വരുന്നത്. കാരണം കൺട്രോളിങ് പാരൻറ്റിങ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നാർസിസ്റ്റിക് പാരൻറ്റിങ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ടോക്സിക് പാരൻറ്റിങ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെ റിലേഷൻഷിപ്പിനാണ് ഇത് അഫക്റ്റഡ് ആകുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാരൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ 2 പാരൻസിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ട്രോമാസ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ, വളരെയധികം അവർ കൺട്രോളിങ് ആയിരുന്നിരിക്കാം. ആൻഡ് നിങ്ങൾക്കൊരു പവർലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. യു ഫെൽറ്റ് ലൈക്ക് എ സ്ലേവ്. അങ്ങനെ അനുസരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കുട്ടികൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളെ വളർത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അണ്ടർലൈൻഡ് ആയിട്ട് നിങ്ങളിൽ സബ് കോൺഷ്യസിൽ ഫീഡ് ചെയ്തിരിക്കുന്നതാണ് റിലേഷൻഷിപ്സ് ഇങ്ങനെയാണ് എന്നുള്ളത്. അതല്ലാത്ത പക്ഷം വളരെ കൺട്രോളിങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ്, ഇവർ പരസ്പരം ഉള്ള ഇവരുടെ ബിഹേവിയേഴ്സും ഇത് സബ് കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. മാരേജിനെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചും പൊതുവേ ഉള്ള ഒരു ലൈഫിനെ കുറിച്ചും ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ് നിങ്ങളൊരു ഇമേജ്. സോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതും ഈ ട്രോമ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഇതുപോലെയുള്ള ടോക്സിക് കണക്ഷൻസ് ആയിരിക്കും. ഈ വരുന്ന വ്യക്തികളും വളരെയധികം ടോക്സിക് റിലേഷൻഷിപ്പിൽ കൂടി അത് അവർ അറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല. ഒരു കൺട്രോളിങ് മദറൊക്കെ ഉള്ള ഒരു ബോയ് ആണ് എന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ഒരു പ്ലെയർ ബോയ് ഇമേജിലായിരിക്കും അവരുണ്ടാവുക. സബ് കോൺഷ്യസ്ലി അത് സംഭവിക്കുകയാണ്. അവരൊരു കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുത്തിട്ടൊന്നും അല്ല അവർ അങ്ങനത്തെ ഒരു ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിലേക്കൊക്കെ, അതല്ലെങ്കിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ അവർ നിൽക്കേണ്ടി വരുന്നത്. അവരങ്ങനെ ആയിത്തീരുന്നതിൻ്റെ അവരുടെ ചൈൽഡ്ഹുഡ് അത് ഡെവലപ്പ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ ഒരു 4th ഹൗസ് ആണ് ഇവിടെ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. ഹോം ഇസ് എ പ്ലേസ് വേർ യു ഫീൽ സേഫ്. നിങ്ങൾക്കൊരു സേഫ്റ്റി തോന്നുന്ന പ്ലേസ് ആയിരിക്കണം ഹോം എന്ന് പറയുന്നത്. അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം എങ്ങനെയാണ് ഒരു സേഫ് പാരൻറ്റിങ് കൊടുക്കേണ്ടത്, ആ പാരൻ്റ് ആകുക നിങ്ങളുടെ തന്നെ. അതാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ ഉള്ളിലെ ആ ചൈൽഡിനെ നിങ്ങൾ ഹീൽ ചെയ്യുക, പാമ്പർ ചെയ്യുക, സ്നേഹിക്കുക, ലവ് അൺകണ്ടീഷണലി. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ആൻഡ് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തിത്വം നിങ്ങളാവുക. അത് നിങ്ങൾ മറ്റുള്ള ഒരാളിൽ സെർച്ച് ചെയ്യുകയല്ല വേണ്ടത്. ഒരു സ്ട്രിക്റ്റ് പാരൻസിൻ്റെ ഒരു ചൈൽഡാണ്, ഒരു കിഡായിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ ആയിരിക്കും നിങ്ങൾ അന്വേഷിക്കുക. എന്നാൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഇമോഷണലി അവൈലബിൾ ആവാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇത് തമ്മിലുണ്ടാകുന്ന ഒരു വൈരുദ്ധ്യം ഒരു ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇത് 2 വ്യക്തികൾക്കും 2 രീതിയിൽ ഓരോ ലെസൺസാണ് കൊടുക്കുക. അത് 2 പേരുടെയും കാർമിസിറ്റി തന്നെയാണ്. അതല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രം കാർമിക്കാകുകയും മറ്റൊരാൾ ഫുൾ സഫർ ചെയ്യുക എന്നുള്ളതല്ല. അത് ഏറിയും കുറഞ്ഞും ഇരിക്കും എന്നുള്ളത് മാത്രമാണ്. 2 പേർക്കും കാർമിസിറ്റി ഉള്ളതുകൊണ്ടാണ് 2 രീതിയിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന 2 വ്യക്തിത്വങ്ങളെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഡിവൈൻ കൊണ്ടുവരികയും അത് കാർമിക്കാകുകയും അതിൽ നിന്ന് അവർക്ക് പല ലെസൺസും മുന്നോട്ടേക്ക് പഠിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്ക് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ വ്യക്തികളും അവരുടെ പവർ അല്ലെങ്കിൽ പൊസിഷൻ എത്ര ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പവർ കിട്ടുന്ന സമയത്ത് അതിനെ എങ്ങനെ മാക്സിമം ചൂഷണം ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ പവർ എന്ന് പറയുമ്പോൾ
ആസ് എ പേരൻറ്റ് അവർക്കൊരു പവറുണ്ട് കുട്ടിയുടെ മുകളിൽ. ആ പവറിനെ ആ കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കാൻ ബ്യൂട്ടിഫുള്ളി അതിനാണോ അവർ ഉപയോഗിച്ചിട്ടുള്ളത്? നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണോ ഉപയോഗിച്ചിട്ടുള്ളത്? അതോ നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാനാണോ അവർ ആ പവർ ഉപയോഗിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ നിങ്ങളുടെ നെയ്ബേഴ്സ്, റിലേറ്റീവ്സ്, പ്രീസ്റ്റ്, ചുറ്റും കാണുന്ന ഡിഗ്നിറ്ററീസ്, ഇങ്ങനെയുള്ളവരെല്ലാവരും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ആൻഡ് ഇതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ലെസൺസ് എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആ മാറ്റം നിങ്ങളിൽ കൊണ്ടുവരിക. നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം, അത് നിങ്ങളാവുക. അങ്ങനെയാണ് നമ്മൾക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളങ്ങ് ആകുക. അപ്പം നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളാൽ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കും, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ്, ഡെഫിനറ്റ്ലി ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. ഇത് പോകും വരും, ലെസൺസ് പഠിക്കുക. അതായത് പോയിട്ട് തിരിച്ച് വരുന്നത് എന്തുകൊണ്ടാണ് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വരുന്നത്? അവർ ചെയ്തിട്ടുള്ള ബിഹേവിയറിൽ അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്സ് തോന്നുന്നുണ്ട്, എന്നാൽ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിയുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നില്ല. ദർ ഇസ് സംതിങ് മോർ യു ഹാവ് ടു കറക്റ്റ്. അതുകൊണ്ടാണ് ആ ഒരു ഇമോഷൻസ് തമ്മിലുള്ളത് ഫിനിഷ് ആവാത്തതും. അതല്ലെന്നുണ്ടെങ്കിൽ ഈസിലി ഒരു ബ്രേക്കപ്പിന് ശേഷം 2 വഴിക്ക് സെപ്പറേറ്റ് ആയി പോകാൻ ഉള്ളതാണ്. എങ്കിലും ഇത് വീണ്ടും വീണ്ടും തിരികെ വരുന്നുണ്ടെങ്കിൽ യു ഹാവ് നോട്ട് യെറ്റ് ലേൺ ദ ലെസൺ കംപ്ലീറ്റ്ലി. ഓക്കെ, സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ്, സ്പിരിച്വൽ മെഡിറ്റേഷൻ ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 സ്റ്റാർ കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോകാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ സെലക്ട് ചെയ്ത സ്റ്റാർ കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോൾമേറ്റ് കണക്ഷൻ ആണോ, കാർമിക് റിലേഷൻഷിപ്പ് ആണോ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. വേൾഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കാർമിസിറ്റി നിങ്ങൾക്ക് ഉണ്ട്. പേജ് ഓഫ് ഇൻസ്പിറേഷൻ. ഓക്കെ, 8 of materials, Knight of inspiration. Okay, awakening, 2 of inspiration, 4 of materials, strength card, 2 of emotions. Okay, യെസ്, സോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് നമുക്ക് 100% പറയാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് നേടി തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡെസിഷൻ മേക്കിംഗ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഒരു അവെയ്ക്കനിങ് ആണ്, ഒരു സെൽഫ് അവെയർനെസ് ആണ്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധമാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതങ്ങനെ വെറുതെ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു റിലേഷൻഷിപ്പിലും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അഗെയിൻ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. സോ ഇതൊരു ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ സോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണ്, വിച്ച് മീൻസ് ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ ജേർണിയിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്ന ഒരു സോളാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണെന്ന് പറയാം. അവിടെ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവാണ്. അറ്റ് ദ സെയിം ടൈം പാരലലി ഈ കണക്ഷനിൽ നിന്നും കുറച്ച് ഉണ്ട്, എന്നാൽ ഈ കണക്ഷനെ ചുറ്റിപ്പറ്റിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാർമിക് സിറ്റുവേഷൻസ് എൻകൗണ്ടർ ചെയ്യേണ്ടതായിട്ട് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പുതിയ പുതിയ ആക്ഷൻസ് എടുക്കാൻ എന്ന് പറയുമ്പോൾ പാഷൻ കണ്ടെത്തി അതിലേക്കൊക്കെ നടക്കണം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു അവബോധം, അതായത് വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി എന്നുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
അതായത് നിങ്ങളുടെ പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ബന്ധം കൂടിയാണ്. സോ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് വളരെയധികം ഫോക്കസ് നമുക്ക് ആ ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങും. പലപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെയാണ് കറക്ഷൻസ് വരുത്തേണ്ടത്. ഈ വ്യക്തിയെ ചേസ് ചെയ്ത് പോവല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ആവാൻ സാധിക്കും. അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നതിലെ കാർമിസിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ വാട്ട് ഇസ് ദ സൊല്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ജൂണോ പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ട്. ജൂണോ ഇസ് ദ ഡോട്ടർ ഓഫ് സാറ്റേൺ, അല്ലെങ്കിൽ വൈഫ് ഓഫ് ജൂപ്പിറ്റർ ആൻഡ് മദർ ഓഫ് മാർസ് എന്ന് പറയാം. ഒരു പാർട്ട്ണർഷിപ്പ് ത്രൂ ജൂണോ ആൻഡ് ജൂപ്പിറ്റർ അവർ ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നുകൊണ്ട് ലോകത്തിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് സംതിങ്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, ഞാൻ ഈ ഇംഗ്ലീഷ് പറയുന്നത് വീണ്ടും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒരുപാട് കമൻറ്റ്സ് വരുന്നതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കും. നമ്മളിങ്ങനെ ടാറോ റീഡ് ചെയ്ത് വരുന്ന സമയത്ത് അറിയാതെ വായിൽ വന്നു പോകുന്നതാണ്. അപ്പോൾ അത് വലിയ അപരാധമായിട്ടൊക്കെ എടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജൂണോ ആൻഡ് ജൂപ്പിറ്റർ ഇവർ ഒന്നിച്ച് ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലേക്ക് വേണ്ടി ചെയ്യുന്ന വ്യക്തികളായിരുന്നു. ലോകത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു എഫേർട്ട് വളരെ എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ബാലൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം ഇത് നിങ്ങൾ നോക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് ലവ് ആൻഡ് വർക്ക് ബാലൻസ് ഇവിടെ അത്യാവശ്യമാണ്. അതായത് ഈക്വലി രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിയും റൊമാൻസും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വളരെയധികം ഓർഗനൈസിങ് പവർ ഉണ്ട്. യു ക്യാൻ ബി എ വെരി ഗുഡ് ഓർഗനൈസർ. അപ്പോൾ ആ ഒരു കപ്പാസിറ്റിയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. ഹെൽത്തി റിലേഷൻഷിപ്പ് സ്റ്റൈല് അത് നിങ്ങളുടെ ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ ഇവിടെ റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ദ ബെസ്റ്റ്, മറ്റുള്ളവർ പറയുന്നതല്ല. സോ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. കോൺഫ്ലിക്ട്സ് ഡെഫിനറ്റ്ലി ഉണ്ടാകും ഇവിടെ. ഈഗോ ക്ലാഷസ് ഉണ്ടാവാനുള്ള ഒരുപാട് ചാൻസസ് ഇവിടെ ഉണ്ട്. പക്ഷേ കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ, അതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒരു കോൺഫ്ലിക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നിങ്ങൾ തമ്മിൽ പരസ്പരം റിസോൾവ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് പരസ്പരം ഒരു എംപവറിങ്ങും കൂടെ ആയിരിക്കും. പരസ്പരം മിസ്റ്റേക്സ് മനസ്സിലാക്കി ഫൊർഗീവ് ചെയ്യാനായിട്ടും. ജൂപ്പിറ്റർ ഈസ് ഓൾവേസ് ഫൊർഗീവിങ്, ഒരു എനർജി ഉണ്ട്. സോ നിങ്ങളുടെ പാർട്ട്ണർ ഓൾവേസ് ഫൊർഗിവിങ് ആയിരിക്കണം. പക്ഷെ ഈഗോ ഇഷ്യൂസ് വളരെ ഹൈ ആണ്, ദേഷ്യമുണ്ടായിരിക്കാം. ഇതൊക്കെ ഡീല് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ മറന്നുകൊണ്ടാവരുത്. ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലിനെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് ഗ്രോത്ത് ഉണ്ടാക്കുന്നതായിരിക്കണം. നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ അവരുടെ കുറവുകൾ, വീക്ക്നെസ് മറ്റൊരാളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ, അതായത് പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് സ്വയം. അത് മറ്റൊരാൾ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് വിചാരിക്കുന്നത് റോങ് ആണ്. അതൊക്കെ ഒരു ടോക്സിക് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളുടെ പാർട്ട്ണർ സോൾവ് ചെയ്ത് തരണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി, അത് അവരുടെ ഡ്യൂട്ടി അല്ല. നിങ്ങൾക്ക് പരസ്പരം വെരി സ്ട്രോങ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നിച്ച് ഒരേ ഡയറക്ഷനിലേക്ക് നോക്കാൻ സാധിക്കും. സോ ഇവിടെ ഒരു വൺ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അംബീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ പാർട്ട്ണറിലൂടെ സാധിക്കാനായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വലിയൊരു ഫെയിലിയർ ആകും. അതേസമയം നിങ്ങളുടെ ഓൺ എഫേർട്സിൽ നിങ്ങളുടെ ഡ്രീംസൊക്കെ നിങ്ങൾ നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു പാർട്ട്ണർ നിങ്ങളെ അതിന് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. അങ്ങനെ ഒരു ഡിസിഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ, ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. നിങ്ങൾക്കത് നല്ല ഡയറക്ഷനിലേക്ക് ഡെവലപ്പ് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 3 വേൾഡ് കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 ദ വേൾഡ് കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ, സോൾമേറ്റ് ആണോ, ട്വിൻ ഫ്ലെയിം ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കുറേ കാർഡ്സ് വേണം. ഈ കാർഡ് ദാറ്റ് ഓക്കെ, നമുക്ക് കൂടുതൽ കാർഡ്സ് നോക്കാം. Death card. This is 4 of materials. Ace of emotions, 2 of voice, Hermit, 3 of materials, the Priestess, Star, Awakening, Temperance. ഓക്കെ, ഇത് നമുക്കൊരു കാർമിക് റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. എന്നാൽ ഏസ് ഓഫ് കപ്സ്, അതായത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന ഒരു ഇക്വേഷൻ അത് കംപ്ലീറ്റഡ് ആവാതെ പോവുകയും എന്നാൽ അതൊരു കംപ്ലീഷനിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സോൾ പർപ്പസിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ വളരെ ചാലഞ്ചിങ്ങുമായിരിക്കും. കാര്യം ഒരു കാര്യം നമ്മളുടെ സോൾ പർപ്പസുമായിട്ട് എന്ത് അലൈൻഡ് ആണോ അത് വളരെ ഡിഫിക്കൾട്ടായിരിക്കും അത് നമുക്ക് അച്ചീവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 3 ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഹൈ പ്രീസ്റ്റ് സ്ട്രോങ് എനർജിയാണ്. ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വർദ്ധിപ്പിക്കുന്ന ഒരു എനർജിയാണ്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് പ്രോസസ്സ്, നിങ്ങളുടെ ശരിക്കും ഇത് നമുക്ക് കാർമിക് റിലേഷനായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു റിലേഷൻ പോലെ തന്നെ നമുക്ക് ചേർത്ത് പറയാൻ സാധിക്കും. ഒരു ഹീലിംഗ് പ്രോസസ്സ് ആൻഡ് അതിൻ്റെ ഒരു അവേക്കനിങ്ങിൽ ഇത് പറയുമ്പോൾ പലർക്കും ഇത് ഒരേപോലെയാണല്ലോ റിലേഷൻഷിപ്പ് എന്ന് തോന്നാം. പക്ഷെ സോളിൻ്റെ ഒരു ജേർണി പലപ്പോഴും യുണീക്കാണ്. അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് യുണീക്ക് ആണല്ലോ, ഒരേ ഒരു ലക്ഷ്യമാണ്, അത് ലിബറേഷൻ ആൻഡ് തിരിച്ച് ഡിവൈനിലേക്ക് മെർജ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാണ് ലക്ഷ്യം. പക്ഷെ മാർഗങ്ങൾ ഡിഫറെൻ്റ് ആകും എന്നുള്ളത് മാത്രമാണ്. സോ ഇവിടെ നിങ്ങൾക്കൊരു ഹീലിംഗ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് അവബോധം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. വളരെ അധികം രീതിയിൽ നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം ഇല്ലാതാക്കി നിങ്ങളൊരു നല്ലൊരു വ്യക്തിത്വമാവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നൊരു ബന്ധമാണിത്. അത് ഡയറക്റ്റ്ലി ഇപ്പോൾ ആ ഒരു പാർട്ട്ണർ നിങ്ങളെ എന്തെങ്കിലും ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നു എന്നല്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന കാർമിസിറ്റി, അതായത് നിങ്ങൾ പരസ്പരം അനുഭവിക്കുന്നു എന്നുള്ളതിനുപരിയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഇൻസിഡൻസസ് അനുഭവിക്കേണ്ടതായിട്ട്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. മുൻപൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ ഇരുന്ന പല ഇഷ്യൂസും ഇവിടെ തലപൊക്കി വരുന്നൊരു സമയമാണ്. അതെല്ലാം നിങ്ങൾ ട്രോമാസ് പോലെ, പേടികൾ ഒളിഞ്ഞു കിടന്നത് പോലെ, ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഹീല് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാർമിസിറ്റീസിനെ എല്ലാം നിങ്ങൾ കുറച്ച് ഒരു ഫ്രഷ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വരെ, അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിലേക്ക് ലാൻഡ് ചെയ്യുന്നത് വരെ നിങ്ങൾക്കിവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും.
ഈ ഒരു റിലേഷൻഷിപ്പിന് ശേഷമായിരിക്കാം നിങ്ങളൊരു സ്പിരിച്വൽ ജേർണി തിരിച്ചറിയുന്നത്. നിങ്ങളുടെ ഒരു സോളിനെ കുറിച്ചും നിങ്ങളുടെ സോൾ പർപ്പസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. വളരെ ഇമോഷണലി കണ്ടൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കിത്. പക്ഷെ അത് നിങ്ങൾക്ക് ബ്രേക്ക് ആയിപ്പോയ ഒരു സാഹചര്യത്തിൽ വലിയൊരു വോയിഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആൻഡ് ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ ജേർണിയെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. സോളിനെക്കുറിച്ച്, സോൾ പർപ്പസുകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ പല വ്യക്തികളും നിങ്ങളുടെ പർപ്പസുകൾ എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളത് പോലും ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു റിയൂണിയൻ, അതല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ട് നോർമലി നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റഡ് രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ തടസ്സങ്ങളാണ്. ഇപ്പം ഞാൻ ഈ ഒരു റീഡിങ് എടുത്ത സമയത്ത് റെക്കോർഡ് ചെയ്തത് എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്. പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണ്. അപ്പം ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഇടയിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഒരു മാരേജൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങളെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ തിരിച്ചറിവുകൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നോർമലായിട്ടുള്ളൊരു രീതികളിൽ കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നടക്കില്ല. യു ഹാവ് ടു ലെറ്റ് ഗോ ഓഫ് ഇറ്റ് കംപ്ലീറ്റ്ലി. ഇത് നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പലപ്പോഴും കൺട്രോളിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് അത് വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മെൻ ടു ബി ഇറ്റ് വിൽ കം ടു യു. കാരണം നിങ്ങൾ എത്രത്തോളം റിസീവിങ് എൻഡിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യാൻ എന്നുള്ളതുപോലെയാണ്. നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. ഓക്കെ, സോ ഈ ഒരു യുറാനസ് വരുന്ന സമയത്ത് ചേഞ്ചാണ് ഇവിടെ വേണ്ടത്. ഇറ്റ്സ് ടൈം ഫോർ എ ഗിയർ ചേഞ്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ വേണം റിലേഷൻഷിപ്പിൽ, അങ്ങനെ വേണം. ഒരുപാട് വാദോരാതെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നുണ്ടായിരിക്കും. അത് അവരവരുടെ സ്വന്തം എക്സ്പീരിയൻസ് ഒന്നും കണ്ടു വളർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള തിയറിയൊക്കെ പറയുന്നുണ്ടായിരിക്കും റിലേഷൻഷിപ്പ് നേരെയാക്കാൻ. പക്ഷെ ഇതൊന്നും ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ആവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അതാണ്. അത് എൻറ്റയർലി ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കാം, പക്ഷേ യു ഹാവ് ടു ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ആൻഡ് യു ഹാവ് ടു വർക്ക് ഔട്ട് ഓൺ ദാറ്റ്. കാരണം ഇവിടെ ഒരു ക്ലീശ രീതികളൊന്നും വർക്ക് ആവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റൂട്ട് കോസ് എന്താണ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആസ്ക് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് അതിന് നിങ്ങൾക്കൊരു മറുപടി ഉണ്ടാവും. അത് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് വരെ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു ഡിസാസ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിസ്റ്റിക് ആയി നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യത്യസ്തമായി ചിന്തിക്കണം എന്നുള്ളത്. ഒരു എക്സെൻട്രിസിറ്റി ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണ്, എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ സംടൈംസ് eccentric people are the people who can bring drastic changes in the world. സൊസൈറ്റിയിലും വേൾഡിലും ജീവിതത്തിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എക്സെൻട്രിക് ആയിരിക്കണം. പക്ഷെ അതിന് ഹൗ യു യൂസ് ഇറ്റ് എന്നുള്ളതാണ് നല്ല രീതിയിലൊക്കെ. ഈ വഴക്കുകളും പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പം ആക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വലിയ മാറ്റങ്ങൾക്ക് ഉള്ള കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ നിങ്ങളിതൊന്ന് ഒരുപാട് ന്യൂ സ്കിൽസ് പഠിക്കും. നിങ്ങൾ ഈവൻ സൈക്കോളജി വരെ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും ലെവലിലേക്ക് നിങ്ങൾ ഉയരാൻ പോകുന്ന വ്യക്തികളാണ്. കാര്യം അത്രയും റിലേഷൻഷിപ്പ് നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇലക്ട്രിക് ഷോക്കൊക്കെ അടിച്ചതുപോലെയുള്ള ഫീലിംഗ് ഒക്കെ പലപ്പോഴും ഉണ്ടാകാം. അത്രയും ആങ്സൈറ്റി നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ അത് അത്രയും ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങളൊരു വലിയ മാറ്റത്തിലേക്കാണ് ഇത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവല്യൂഷണറി ലീപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും ഷോക്കിംഗ് സർക്കംസ്റ്റാൻസസ് നിങ്ങളെ വലിയ രീതിയിൽ
മാറ്റി മറിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ എനർജിയിൽ സ്വന്തം എനർജി ഡിസോൾവ് ആക്കി കളയാതെ അതിനെ ഇലക്ട്രിഫൈ ചെയ്യുക, ദാറ്റ്സ് എ റൈറ്റ് വേർഡ്, ആംപ്ലിഫൈ ചെയ്യുക. സോ ഒരു കാറ്റർപില്ലർ ഒരു ബട്ടർഫ്ലൈ ആകുന്ന ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ റിലേഷൻഷിപ്പ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റീഡിങ്. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.